ഇനി നരസിംഹം രാവണപ്രഭു സിനിമയൊക്കെ ഇതേപോലെ 4K വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അന്ന് കണ്ട അതേ വൈബ്, പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരി മുകളിലാണ് എനിക്ക് ആസ്വാദനം ഫീൽ ചെയ്തത്. കുറച്ച് ഇടയ്ക്ക് അബ്രപ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പോലെയുണ്ട്, അത് കുറച്ചടുത്ത് മാത്രം, അതർവൈസ് കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു. ഫാമിലിയായിട്ട് വന്ന് ഒരു തവണ കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. ഇനി നരസിംഹം രാവണപ്രഭു സിനിമയൊക്കെ ഇതേപോലെ 4K വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ പറയാനൊന്നുമില്ലല്ലോ, ഇതിനു മുമ്പ് ഇറങ്ങിയതല്ലേ. നോർക്കലാകുമ്പോൾ ഇതിനെക്കാട്ടി നല്ല ബെറ്റർ ആയിട്ടുണ്ട്. സൂപ്പർ സൗണ്ട് അടിപൊളിയല്ലേ, സൂപ്പർ കണ്ണം കച്ചിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു 4K എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു 4K എക്സ്പീരിയൻസ്? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു 4K കണ്ടത്? എങ്ങനെയുണ്ടായിരുന്നു 4K എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ട സിനിമയാണ്. അപ്പം അന്ന് കണ്ട അതേ വൈബ്, പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരി മുകളിലാണ് എനിക്ക് ആസ്വാദനം ഫീൽ ചെയ്തത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയൊക്കെ അതിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. 4K റീമാസ്റ്റർ നന്നായിരുന്നു, പാട്ടും എല്ലാം നമ്മളെ സൗണ്ട് മിക്സിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ എന്തെങ്കിലും കട്ട കാര്യങ്ങളുണ്ടോ? കുറച്ച് ഇടയ്ക്ക് അബ്രപ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പോലെയുണ്ട്, അത് കുറച്ചടുത്ത് മാത്രം, അതർവൈസ് കൊള്ളായിരുന്നു, നന്നായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല എന്താണ് സിനിമ ടി.വിയിൽ നിന്നൊക്കെ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സൗണ്ട് ക്ലാരിറ്റിയും എല്ലാം നല്ല ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് തിയേറ്ററിൽ വൈബായിരുന്നു. തിയേറ്ററിൽ വൈബായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല നല്ലതാണ്, എല്ലാം ബെറ്ററാണ്. എന്താണ് തോന്നിയത് ടി.വിയിൽ കണ്ടിട്ട് ഈ ഒരു ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് വ്യത്യാസം തോന്നി? എല്ലാം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടതിനൊക്കെ കുറച്ചുകൂടെ നല്ലത്. കൊള്ളാം. കണ്ടതാ 20-25 വർഷം മുമ്പ് കണ്ടതാ. ഇപ്പം നല്ല ക്വാളിറ്റിയൊക്കെ അടിപൊളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടി.വിയിൽ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് വ്യത്യാസം തോന്നി? പാട്ടും കാര്യങ്ങളൊക്കെ 4K ആണ് കാണാൻ വേണ്ടി. എങ്ങനെയുണ്ടായിരുന്നു 4K കണ്ടിട്ട്? സൂപ്പറായിരുന്നു. തിയേറ്ററിൻ്റെ ഇതുകൊണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ആ ടി.വിയിലൊക്കെ കണ്ടിട്ട് ഇതിലോട്ട് തിയേറ്ററിലോട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ വ്യത്യാസം തോന്നി? സിനിമ വേറെ ലെവലാണല്ലോ, പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയാണ്. നല്ല ക്ലാരിറ്റി, നല്ല ഇതെല്ലാം ഉണ്ട്. ടി.വിയിലൊക്കെ കണ്ടിട്ട് ഇതിലോട്ട് വന്നപ്പോൾ എന്ത് വ്യത്യാസം തോന്നി? ഇത് ഞാൻ മുമ്പ് കണ്ട റിലീസായതിൻ്റെ അന്ന് കണ്ട പടം തന്നെ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സൗണ്ടൊക്കെ വ്യത്യാസമുണ്ട്. സൗണ്ടൊക്കെ നല്ല സൗണ്ടാണ്. എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും കാണുന്നുള്ളതാണ് അഭിപ്രായം. ടി.വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എപ്പം വന്നാലും കാണും. അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പം തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു കാണാൻ, വന്ന് കണ്ടു. പക്ഷേ അത് പഴയതിനെക്കാട്ടിയും കൂടുതൽ മനോഹരമായിരുന്നു. 4K റിലീസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷേ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. ഇത് ഏറ്റവും നമ്മളെ കലാഭവൻ മണിച്ചേട്ടനെ കാണുമ്പോഴാണ്, ഒരുപാട് പേരും നമ്മളെ വിട്ടുപോയി, അല്ല ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന മണിച്ചേട്ടനെ കാണുമ്പോഴാണ്. കുറച്ചുകൂടിയൊക്കെ ഇപ്പോഴത്തെ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. എല്ലാവരെയും കുറേ ആൾക്കാർ വിട്ടുപോയി, എങ്കിലും കൊള്ളാം. എങ്ങനെയുണ്ട് സൗണ്ട് എഫക്ട്സ്? എല്ലാം കൊള്ളാം. അതിനാണല്ലോ കണ്ടത്. 4K ആവുമ്പോൾ നമുക്ക് എല്ലാ ക്വാളിറ്റിയിലും കിട്ടുമല്ലോ. 4K ആയാലും ആ ക്വാളിറ്റിയിൽ കിട്ടുമോ എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഡൗട്ട്. കിട്ടി.